ഹലോ, സൺഡേ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ബീഫ് കറിയാണ് തയ്യാറാക്കാറ്. മിക്ക ഞായറാഴ്ചകളിലും ബീഫ് കറി ഇല്ലാത്ത ഒരു ഞായറാഴ്ച മിക്ക ദിവസങ്ങളിലും കാണാറില്ല. എല്ലാ ഞായറാഴ്ചയും മിക്കവാറും ബീഫ് കറി ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് കുക്കറൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇനി അതൊന്ന് പച്ചക്കുത്ത് മാറുന്നിടം വരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയപ്പോഴേക്കും കുറച്ച് കൊച്ചുള്ളിയാണ് കേട്ടോ ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 സവാള ഒന്ന് ചോപ്പ് ചെയ്തതോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞായറാഴ്ച എന്താണ് സ്പെഷ്യൽ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ ഞായറാഴ്ച ബീഫ് കറി വെക്കാറുണ്ടോ എല്ലാവരും? ബീഫ് കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ ഇന്നിവിടെ. അതുപോലെ രാവിലെ കാപ്പിക്ക് അരിയൊറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മാവൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ബീഫ് കറിയിലേക്ക് കടന്നത്. അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ തീർത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ കയറിയിട്ടുള്ളത്. എപ്പോഴും ബീഫ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വെക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും ഇതേപോലെ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് മസാലയൊക്കെ ഒന്ന് വഴറ്റി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പനി പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടിച്ചത് ഇത്രയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായി ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഈ സെയിം കറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കറിവേപ്പിലയാണേ. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അടുക്കള ഭാഗത്ത് തന്നെ ഉണ്ടായ കറിവേപ്പില ഒരുപാട് നാൾ ഇങ്ങനെ നട്ട് ഒരു തവണ പോലും അത് നന്നായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ 2 കറിവേപ്പിൻ്റെ ആ മരം ഏകദേശം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്നൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്ത് മൂടി വെച്ച് ഒരു ഏകദേശം 7-8 ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും. ഞാൻ ഏകദേശം ഒരു 7-8 വിസിലൊക്കെ വേവിക്കാറുണ്ട്. ഇപ്പം കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെയൊക്കെ സിമ്പിളായിട്ട് കുക്കർ ബീഫ് കറിയൊക്കെ തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് തയ്യാറാക്കി നോക്കുക. കോംബോ ആയിട്ട് ഞാനിവിടെ അരിയോ റൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല തേങ്ങയും അരിപ്പൊടിയും ഒക്കെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ചുട്ടെടുക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയാറൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉച്ചത്തേക്ക് പിന്നെ ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഗീ റൈസ് റൈസ് റെഡിയാക്കിയിട്ട് ഇതേപോലെ നെയ്യിൽ നമ്മുടെ ഉള്ളിയും ക്യാരറ്റും കിസ്മിസും എല്ലാം കൂടി ഒന്ന് വറുത്ത് ഇടുന്നുണ്ട്. കുറച്ച് ഗ്രീൻ പീസും ഒന്ന് വേവിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറും ബീഫ് കറിയും റൊട്ടിയും ഒക്കെ ആയിട്ട് നല്ലൊരു സൺഡേ അതേപോലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ സൺഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ഫോളോ ചെയ്യണേ.